നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഘട്ടത്തിൽ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു പ്രവൃത്തി നിങ്ങളുടെ വിധി തന്നെ മാറ്റിമറിക്കുമെന്ന്? ഒരു ചെറിയ സംഭവത്തിന് ഒരാളുടെ ചിന്താഗതിയെയും സാഹചര്യത്തെയും പാടെ മാറ്റാൻ കഴിയുമോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കനകധാരാ സ്തോത്രത്തിൻ്റെ പിന്നിലെ ആ അത്ഭുത കഥ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കേവലം ഒരു ഐതിഹ്യത്തെക്കുറിച്ചല്ല, മറിച്ച് ഭക്തിയും കരുണയും ഒത്തുചേർന്നപ്പോൾ പ്രകൃതി പോലും വഴിമാറിക്കൊടുത്ത ഒരു നിമിഷത്തെക്കുറിച്ചാണ്. ആദി ശങ്കരാചാര്യർ എന്ന മഹാനായ സന്യാസിയും ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയും തമ്മിലുള്ള ആ കൂടിക്കാഴ്ച വെറും ഒരു യാദൃച്ഛികത ആയിരുന്നില്ല, അത് ലോകത്തിന് മുഴുവൻ ഒരു പാഠമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് ഇത്രയേറെ പ്രശസ്തമാകുന്നതെന്ന് പറയാം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് പലപ്പോഴും പണത്തിനും പദവിക്കുമല്ലേ എല്ലാവരും വില കൊടുക്കുന്നത്. കയ്യിൽ ഒന്നുമില്ലാത്തവനെ ആരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഈ കഥ തുടങ്ങുന്നത് തന്നെ ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു വീട്ടിലാണ്. യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരു ചെറിയ തടസ്സം വരുമ്പോഴേക്കും തളർന്നു പോകാറുണ്ട്, അല്ലേ? എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ സ്വയം ചോദിക്കാറുണ്ടല്ലോ, അല്ലേ? എനിക്ക് ആരെയും സഹായിക്കാൻ കഴിയില്ല എന്ന്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന് വലിയ വഴിപാടുകളൊന്നും നൽകുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് അനുഗ്രഹം കിട്ടുമെന്ന്. എന്നാൽ ഈ കഥ ആ ചിന്താഗതിയെ പാടെ മാറ്റും കേട്ടോ. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് പണമോ പദവിയോ അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ നൽകാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ സമ്പത്തെന്നാണ്. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ, അറിവിന്റെയും ഭക്തിയുടെയും കൊടുമുടിയിൽ നിൽക്കുന്ന ആദി ശങ്കരാചാര്യർ ഭിക്ഷയ്ക്കായി ഒരു ഗ്രാമത്തിലൂടെ നടന്നു വരുന്നു. അദ്ദേഹം ഒരു വീടിന് മുന്നിൽ നിൽക്കുന്നു. ആ വീട്ടിൽ താമസിക്കുന്നത് ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. പക്ഷേ അവർക്ക് അദ്ദേഹത്തിന് നൽകാൻ ഒന്നുമില്ല. വിശന്നു വലയുന്ന ആ സന്യാസിക്ക് മുന്നിൽ വെറും കൈയോടെ നിൽക്കേണ്ടി വരുന്ന ആ സ്ത്രീയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നാൽ നമ്മൾ എത്രമാത്രം വെപ്രാളപ്പെടും. ഒന്നും നൽകാനില്ലാത്ത ആ സ്ത്രീയുടെ ഉള്ളിലെ ആ വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ? നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ വരാറില്ലേ? മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ കയ്യിലൊന്നും കാണില്ല. അവിടെയാണ് ആ സ്ത്രീ വ്യത്യസ്തയാകുന്നത്. ശങ്കരാചാര്യർ ഭിക്ഷ ചോദിച്ചപ്പോൾ ആ സ്ത്രീ അകത്തേക്കോടി. എന്തെങ്കിലും നൽകാനുണ്ടോ എന്ന് തിരഞ്ഞു, പക്ഷേ ഒന്നുമില്ല. അവസാനം അവർക്കൊരു ഉണങ്ങിയ നെല്ലിക്ക കിട്ടി, വെറും ഒരു നെല്ലിക്ക. നമുക്കിന്നൊരു നെല്ലിക്ക എന്ന് പറഞ്ഞാൽ വലിയ വിലയൊന്നുമില്ല അല്ലേ? പക്ഷേ ആ സ്ത്രീക്ക് അത് അവരുടെ അന്നത്തെ ഏക സമ്പാദ്യമായിരുന്നു. തൻ്റെ വീട്ടിൽ ആകെയുള്ള ഒരു ഉണക്ക നെല്ലിക്ക അവർ അദ്ദേഹത്തിന് സമർപ്പിച്ചു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ പലപ്പോഴും തെറ്റായി ധരിക്കുന്നത് വലിയ ദാനങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മളെ ദൈവം പ്രസാദിക്കൂ എന്നാണ്. ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ദൈവം നോക്കുന്നത് നിങ്ങൾ നൽകുന്ന വസ്തുവിന്റെ വിലയല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധിയാണ്. ആ സ്ത്രീ നൽകിയത് ഒരു നെല്ലിക്ക ആയിരുന്നില്ല, മറിച്ച് തന്റെ പക്കലുള്ള സർവസ്വവുമായിരുന്നു. ആ നെല്ലിക്ക ശങ്കരാചാര്യർക്ക് നൽകുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിറഞ്ഞത് ഭക്തിയും സങ്കടവുമായിരുന്നു. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ പ്രഭു, ഇത് സ്വീകരിച്ചാലും എന്ന ആ ഒരു വികാരം. ആ വികാരമാണ് പ്രപഞ്ചത്തെ ചലിപ്പിച്ചത്. ആദി ശങ്കരാചാര്യർ ആ നെല്ലിക്ക സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു വലിയ കരുണയുണ്ടായി. ആ സ്ത്രീയുടെ ദയനീയാവസ്ഥ കണ്ട ശങ്കരാചാര്യരുടെ കണ്ണുകൾ നിറഞ്ഞു. അവരുടെ ദാരിദ്ര്യം മാറ്റാൻ അദ്ദേഹം സാക്ഷാൽ ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അവിടെ നിന്നാണ് കനകധാരാ സ്തോത്രം ഉതിർന്നു വീണത്. വാക്കുകൾക്ക് ഇത്രയേറെ ശക്തിയുണ്ടോ? ഒരു മനുഷ്യന്റെ വാക്കുകൾ കേട്ട് മഹാലക്ഷ്മി നേരിട്ട് പ്രത്യക്ഷപ്പെടുവോ? ഇത് വെറൊരു സങ്കല്പമാണോ അതോ യാഥാർത്ഥ്യമോ? നമ്മൾ പലപ്പോഴും മന്ത്രങ്ങളെ വെറും അക്ഷരങ്ങളായിട്ടാണ് കാണുന്നത്. എന്നാൽ കൃത്യമായ ഭാവത്തോടെയും ഭക്തിയോടെയും പറയുന്ന വാക്കുകൾക്ക് പ്രപഞ്ചത്തിലെ എനർജിയെ പോലും മാറ്റാൻ കഴിയും. ശങ്കരാചാര്യർ സ്തോത്രം ചൊല്ലി തുടങ്ങിയപ്പോൾ ലക്ഷ്മി ദേവി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ദേവി ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ? ഈ സ്ത്രീ കഴിഞ്ഞ ജന്മത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ ജന്മത്തിൽ അവർക്ക് ദാരിദ്ര്യം അനുഭവിക്കാനേ വിധിയുള്ളൂ. ഇതാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല തടസ്സങ്ങളും. നമ്മൾ പറയും ഇതെന്റെ വിധിയാണെന്ന്. പക്ഷേ ശങ്കരാചാര്യർ വിട്ടുകൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, ഈ ജന്മത്തിൽ അവർ എനിക്ക് നൽകിയ
ആ ഒരു നെല്ലിക്ക മാത്രം പോരെ അവരുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയാൻ? ആ സ്തോത്രം അവസാനിച്ചപ്പോൾ നടന്നത് ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതമാണ്. ആ ചെറിയ കുടിലിലേക്ക് സ്വർണ്ണ നെല്ലിക്കകളുടെ മഴ പെയ്തു. ആ സ്ത്രീയുടെ വീടിന് ചുറ്റുമുള്ള അന്തരീക്ഷം മാറാൻ തുടങ്ങി. നിരാശയുടെ കാർമേഘങ്ങൾ മാറി പ്രത്യാശയുടെ വെളിച്ചം അവിടെ നിറഞ്ഞു. ഇനി ഈ കഥയിലെ ഏറ്റവും വൈകാരികമായ ഭാഗം ആ സ്ത്രീയുടെ ജീവിതത്തിലുണ്ടായ മാറ്റമല്ലേ? ചോർന്നലിക്കുന്ന മേൽക്കൂര, വിശപ്പടക്കാൻ വകയില്ലാത്ത സാഹചര്യം, നാളെക്കുറിച്ചുള്ള ഭയം. എന്നാൽ ശങ്കരാചാര്യർ സ്തോത്രം ചൊല്ലി തീർന്നപ്പോൾ ആ പാവപ്പെട്ട സ്ത്രീയുടെ വീടിനുള്ളിൽ സ്വർണ്ണ നെല്ലിക്കയുടെ മഴ പെയ്തില്ലേ? അതെ, ആകാശം സ്വർണത്താൽ നിറഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്നും എന്തു പഠിക്കാം? നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് മാറണമെന്നില്ല. പക്ഷേ ശരിയായ വിശ്വാസവും നിസ്വാർത്ഥമായ കർമ്മവും ഉണ്ടെങ്കിൽ അസാധ്യം എന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങൾ സാധ്യമായി മാറും. കനകധാരാ സ്തോത്രം വെറുമൊരു മന്ത്രമല്ല, അത് പോസിറ്റീവ് എനർജിയുടെ ഒരു പ്രവാഹമാണ്. ദാരിദ്ര്യത്തിൽ നിന്നും സമൃദ്ധിയിലേക്കുള്ള ഒരു പാലമാണത്. ഇനി എന്താണ് ഈ കനകധാരാ സ്തോത്രത്തിന്റെ രഹസ്യം എന്ന് നോക്കാം. പലരും ചോദിക്കാറുണ്ട്, ഞാനിത് ചൊല്ലിയാൽ എനിക്ക് സ്വർണം കിട്ടുമെന്ന്. ഇവിടെയാണ് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത്. സ്വർണം എന്നത് കേവലം ഒരു ലോഹമല്ല, അത് ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ്. നിശബ്ദമായി ലോകത്തെ അറിയിക്കാതെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് വലിയ പ്രതിഫലം ഉണ്ടാകും. ആ സ്ത്രീക്ക് ശങ്കരാചാര്യരിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസമാണ് ലക്ഷ്മി ദേവിയെ അവിടേക്ക് എത്തിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യം പണത്തിന്റെ കുറവ് മാത്രമല്ല, അത് ചിന്തകളുടെ കൂടെ കുറവാണ്. ഈ സ്തോത്രം നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. നമ്മൾ ഇന്ന് ഈ സ്തോത്രം കേൾക്കുമ്പോഴോ ചൊല്ലുമ്പോഴോ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകൾ മാറുകയാണ് ചെയ്യുന്നത്. അതൊരു വലിയ അത്ഭുതമല്ലേ? അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, ഈ കഥ നമ്മളോട് പറയുന്നത് ഒരു ചെറിയ നെല്ലിക്കയ്ക്ക് പോലും ഒരു സ്ത്രീയുടെ ജീവിതം മാറ്റാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ചെറിയൊരു നല്ല ചിന്തയ്ക്ക് നിങ്ങളുടെ ലോകം തന്നെ മാറ്റാൻ കഴിയും എന്നാണ്. കനകധാരാ സ്തോത്രം ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസവും ഐശ്വര്യവും നൽകുന്നു. ഒരിക്കലും നിങ്ങളുടെ ചെറിയ ശ്രമങ്ങളെ കുറച്ച് കാണരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യവും, അതെത്ര ചെറുതാണെങ്കിലും പ്രപഞ്ചം അത് കാണുന്നുണ്ട്. ആ സ്ത്രീയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. കനകധാരാ സ്തോത്രം വെറും ഒരു പ്രാർത്ഥനയല്ല, അത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. ലക്ഷ്മി ദേവി എപ്പോഴും അനുഗ്രഹിക്കുന്നത് പണമുള്ളവരെയല്ല, മറിച്ച് ശുദ്ധമായ മനസ്സുള്ളവരെയാണ്. അതിന് നിങ്ങളുടെ കയ്യിൽ ഇന്ന് എന്താണോ ഉള്ളത് അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക. ബാക്കി കാര്യങ്ങൾ പ്രപഞ്ചം നോക്കിക്കോളും. ആ പാവപ്പെട്ട സ്ത്രീക്ക് ലഭിച്ച ആ സ്വർണ്ണ നെല്ലിക്കകൾ ഇന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ അസാധ്യമായ ഒന്നുമില്ലെന്നാ. അപ്പോൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഒരു ചെറിയ കർമ്മം, ഒരു വലിയ മാറ്റം. ആ മാറ്റം നിങ്ങളിൽ നിന്ന് തുടങ്ങട്ടെ. ശുഭദിനം നേരുന്നു. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ.